നമസ്കാരം. തൃശൂർ സ്ട്രാറ്റജി കണ്ണൂരുമിറക്കി ബി.ജെ.പി. കേരളത്തിൽ സ്വാധീനമുറപ്പിക്കാൻ ബി.ജെ.പി. ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബി.ജെ.പി. നിലയുറപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. CPM-ന്റെ ശക്തമായ പാർട്ടി കേന്ദ്രമായ കണ്ണൂർ ബി.ജെ.പി. അടിയുറച്ച നിലപാടിലാണ് ഇപ്പോൾ. തൃശൂരിലെ സ്ട്രാറ്റജി കണ്ണൂരിലും എടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പി. നിലപാട് അറിയിച്ചിരിക്കുന്നത്. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലെത്തി ബി.ജെ.പിയുമായി അസംതൃപ്തി നേരിടുന്നവരെയൊക്കെ നേരിട്ട് കണ്ട് തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ശ്രമം ബി.ജെ.പിക്ക് അകത്തു നിന്ന് കണ്ണൂരിൽ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വോട്ട് ചെയ്തതായി കരുതുന്ന CPM പ്രവർത്തകരെയും അനുഭാവികളെയും നേതാക്കളെയും ഒക്കെ രഹസ്യമായി കണ്ടു എന്നും അവരുമായി ചർച്ചകൾ നടത്തി എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ട് കൂട്ടാനാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ നീക്കം. അതായത് അടിത്തട്ട് മുതൽ രാഷ്ട്രീയത്തിന്റെ അടിത്തട്ട് മുതൽ ഏറ്റവും മുകളിൽ വരെയുള്ള ബി.ജെ.പിയുടെ ഒരു വ്യക്തമായ സ്വാധീനമാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് മുതൽ നിയമസഭ വരെ ഏറ്റവും വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കേരളത്തിൽ അവരുടെ ശ്രമം വലിയ രീതിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. CPM-ന്റെ കോട്ടകളായി കരുതുന്ന കയ്യൂർ, കരിവെള്ളൂർ, തില്ലങ്കേരി, പാറപ്രം തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രത്യേക ദൗത്യവുമായി ബി.ജെ.പി. രംഗത്തുണ്ട്. ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തിയിരുന്നു. പലരുമായും ചർച്ചകൾ നടത്തിയിരുന്നു. CPM-വുമായി മാനസിക അകൽച്ചയിലായ പ്രവർത്തകരെ അദ്ദേഹം നേരിൽ കണ്ട് സംസാരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എന്തായാലും എല്ലാ രീതിയിലും കണ്ണൂരിൽ കരുത്തു കാട്ടാനാണ് ബി.ജെ.പിയുടെ നീക്കം. സംസ്ഥാനത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള പ്രവർത്തനം ബി.ജെ.പി. ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇതിന് തുടക്കം കുറിച്ചത് കണ്ണൂരിൽ തന്നെയാണ്. സമീപ ഭാവിയിൽ തന്നെ കേരളം ബി.ജെ.പി. ഭരിക്കുന്ന രീതിയിൽ പാകപ്പെട്ടു വരികയാണെന്നും പരസ്യമായി പ്രവർത്തിക്കാൻ പ്രയാസം നേരിടുന്ന സ്ഥലങ്ങളിൽ രഹസ്യമായി പ്രവർത്തിക്കണമെന്നുമാണ് ഇപ്പോൾ ബി.ജെ.പി. അനുകൂലികൾ അല്ലെങ്കിൽ ബി.ജെ.പിക്കകത്തുള്ളവർ നിലപാടുകൾ അറിയിച്ചിരിക്കുന്നത്. ഇതിനോട് അകൽച്ചയിലുള്ളവരും അനുകൂലമായി പ്രതികരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM-നും ബി.ജെ.പിക്കും നമുക്കറിയാം ഓരോ സീറ്റാണ് ലഭിച്ചത്. CPM വോട്ട് അടിത്തറയിൽ ഇടിവുണ്ടായി. ബി.ജെ.പി. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതായി എത്തുകയും 18 മണ്ഡലങ്ങളിൽ രണ്ടാമതും എത്തി. സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം തന്നെ മാറ്റിമറിച്ചു. ത്രികോണ പോരാട്ടത്തിലേക്ക് വഴിമാറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. അസംതൃപ്തരോട് ബി.ജെ.പി. നേതാക്കൾ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ചില ബൂത്തുകളിൽ വിരലിലെണ്ണാവുന്ന വോട്ടുകൾ മാത്രമാണ് ബി.ജെ.പിക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ലഭിച്ചിരുന്നത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പല ബൂത്തിലും 100-ലേറെ വോട്ടുകൾ ലഭിച്ചു എന്നതാണ് CPM-നെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞത്. ഈ സാഹചര്യം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാകുമോ എന്നതാണ് ബി.ജെ.പിയുടെ നോട്ടം. CPM ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി.ജെ.പി. വോട്ട് കൂടി എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ടിയുള്ള കാര്യമാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും കടന്നു കയറി അവിടെ ഒരു ആധിപത്യം ഉണ്ടാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ വൻ മുന്നേറ്റത്തിന്റെ ചുവട് പിടിച്ച് 2025 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും 2026 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യാമെന്നാണ് ഇപ്പോൾ ബി.ജെ.പി. കണക്ക് കൂട്ടുന്നത്. അതിനായുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ ഉൾപ്പെടെയുള്ള പാർട്ടി കേന്ദ്രങ്ങളിൽ അവർ വലിയ രീതിയിൽ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന കേന്ദ്രം. നമുക്കറിയാം സുരേഷ് ഗോപിയുടെ വിജയം ചെറുതല്ല. ബി.ജെ.പിക്ക് കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു നേട്ടമാണ് ബി.ജെ.പിക്ക് സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിയിലൂടെ ഉണ്ടായത്. കേന്ദ്രമന്ത്രിയായി, കേന്ദ്ര സഹമന്ത്രിയായി ഒക്കെ അദ്ദേഹം പോകുമ്പോൾ ബി.ജെ.പിക്ക് വീണ്ടും കേരളത്തിൽ നിലയുറപ്പിക്കാൻ അല്ലെങ്കിൽ അടിയുറപ്പിക്കാനുള്ള ഒരു സാഹചര്യം 2025-26 കൂടി സാധിക്കുമെന്ന വലിയ മുൻകരുതലുകൾ അവർ അതിലേക്കുള്ള മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ.